guys, welcome back to my YouTube channel. So finally എൻ്റെ പി ജി അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഫൈനൽ ഡേറ്റ് വന്നു കഴിഞ്ഞു. സോ റീസെൻ്റ്ലി ഒരു 10 to 15 days ആയിട്ട് ഞാൻ ഇതിൻ്റെ പിന്നാലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെപ്റ്റംബർ 30th ഒരു ഫൈനൽ ഡേറ്റ് ഓഫ് സബ്മിഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ ഞാൻ എൻ്റെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ ഫൈനൽ പണിയെന്ന് പറയുന്നത് കോളേജിലേക്ക് പോയിട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇന്നാണ് ഞാൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലാസ്റ്റ് ഡേറ്റിൽ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു 2-3 ദിവസം മുൻപ് സബ്മിറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് പോയിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. സോ ഇത്രയും ദിവസം അതിൻ്റെ പിന്നാലുള്ള റിസർച്ചിലും ഒത്തിരി സോഴ്സസ് കണ്ടുപിടിക്കാനുള്ള തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. സോ അതുകൊണ്ട് ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഷോർട്സിൽ തന്നെ ഇടാനായിട്ട് പറ്റിയില്ല. കംപ്ലീറ്റ്ലി അതിനെല്ലാം ഫോക്കസ്ഡ് ആയിരുന്നു. കാരണം ഒത്തിരി ദിവസം മുൻപ് നമുക്ക് ഓണമായിരുന്നു. അപ്പോൾ ഒത്തിരി അതിൻ്റെ പിന്നാലെ ഇരിക്കാനായിട്ട് പറ്റിയില്ല. സോ ഫൈനൽ ഡേറ്റ് ആയിട്ട് കാരണം സോ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം അതിൻ്റെ പിന്നാലെ ആയിരുന്നു. ഫൈനലി എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഓൾറെഡി 3 അസൈൻമെൻറ്റ് ഞാൻ ജൂലൈ ഓഗസ്റ്റ് ആ മന്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി 3 അസൈൻമെൻറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസംബർ മാസം എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ 3 അസൈൻമെൻറ്റും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ അങ്ങനെ അസൈൻമെൻറ്റ് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ പിന്നെ ഇന്ന് പോയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പോവാണ്. സോ അനിയത്തിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഇല്ല. അവൾക്ക് ഫൈനൽ എക്സാം ഒന്ന് മാറ്റി വെച്ച എക്സാം വന്നിട്ട് 3-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. സോ അവളും ഫ്രീ ആണ്. അപ്പോൾ ഞാൻ അവളും കൂടി പോയിട്ടാണ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഗായ്സ് അങ്ങനെ ഇതാണ് എൻ്റെ 3 അസൈൻമെൻറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊക്കെ പോയിട്ട് എൻ്റെ ബാഗിൽ സെറ്റാക്കട്ടെ. അപ്പോൾ നമുക്ക് ആക്ച്വലി ടൈം ആയി കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ഒന്ന് സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് അനിയത്തി ഞാനൊക്കെ ആയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. ബട്ട് സ്കൂട്ടിയൊക്കെ എടുത്താൽ മോർണിംഗ് റഷിൽ നമുക്ക് റീച്ച് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. സോ അതുകൊണ്ട് ബെസ്റ്റ് ഓപ്ഷൻ വി ചൂസ്ഡ് ബസ്സിൽ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ പോയിട്ട് ബാഗിലെടുത്ത് വയ്ക്കുക, വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്. ഭയങ്കര ഒരു സാറ്റിസ്ഫിക്കേഷൻ ഗൈസ് അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ആയപ്പോൾ. കാരണം ഫൈനൽ ഡേറ്റിന് മുൻപ് സബ്മിറ്റ് ചെയ്യണം എന്നെനിക്കുണ്ടായിരുന്നു. വിചാരിച്ച പോലെ നടക്കുന്നു ഞാൻ വിചാരിച്ചില്ല. കാരണം ഒത്തിരി ക്ലാസ്സസ് ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഇടയിൽ ഇത് ചെയ്ത് തീർക്കാൻ പറ്റുമെന്നുള്ളൊരു ടെൻഷനാണ്. ഫൈനലി എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഗൈസ് ഇതെടുത്ത് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം. ഓക്കെ. സോ ഗൈസ് ഇതാണ് എൻ്റെ ബാഗ്. നമുക്ക് ഇതിലോട്ടേക്ക് ഇടാം. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് ബുക്സും കാര്യങ്ങളൊന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ വിചാരിക്കുന്ന ഒരു വാട്ടർ ബോട്ടിൽ മാത്രം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അനിയത്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്നും ഫൈനലി ലേറ്റ് ആക്കുന്നത് അവളായിരിക്കും. സോ ഇന്നും ഒബ്വിയസ്ലി അവൾ തന്നെ ആയിരിക്കും ലേറ്റ് ആക്കുന്നത്. കാരണം അവൾക്ക് മേക്കപ്പ് ചെയ്ത് റെഡി ആയിട്ട് വരുമ്പോഴേക്ക് ഒത്തിരി നേരം പിടിക്കും ഗൈസ്. സോ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പണി എന്ന് പറയുന്നത് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അത് ഭയങ്കര ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ടാസ്ക്കാണ് ഗൈസ് അവൾക്ക് വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് റെഡിയായി. ഇനി പോകേണ്ട പണി മാത്രമേ ഉള്ളൂ. സോ ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ പോകുന്ന വഴിക്ക് കാണാം. ഓക്കെ. ഞാൻ കുറേ നേരമായി പോണ വഴിക്ക് കാണാൻ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ദ ലാസ്റ്റ് ടൈം. സോ നമുക്ക് ഇനി എന്തായാലും പോണ വഴിക്ക് ഞാൻ കാണാം. ഓക്കെ. വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. നമ്മളിന്ന് ബസ്സിലാണല്ലോ ട്രാവൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ സ്ഥിരം ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത് കണ്ട് കുഴപ്പമില്ല. ഞാൻ എന്നും സ്കൂട്ടിയിൽ പോയിട്ട് സ്കൂട്ടിയിലാണ് വരുന്നത്. ബട്ട് ഇന്നൊരു ചേഞ്ച് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓക്കെ നമുക്ക് ബസ്സിൽ പോകാമെന്നാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അത്ര ദൂരം ഇവള് വിശ്വസിച്ച് എനിക്ക് സ്കൂട്ടി കയറാൻ വയ്യ. സോ അതുകൊണ്ട് നമ്മൾ സത്യം ഒന്നും പറയാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടാക്കുന്നൊക്കെ അല്ലേ. അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് പോയിട്ട് ഫുഡൊക്കെ തട്ടിയിട്ട് നല്ല എനർജിയോടുകൂടി നമുക്ക് പോവാം. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. സോ ഫൈനലി ഗൈസ് നമ്മൾ കോളേജ് എത്തിക്കഴിഞ്ഞു. സോ ഇനിയിപ്പോൾ നമ്മൾ അസൈൻമെൻറ്റ് കൈ പിടിച്ചിട്ടുണ്ട്. ഇനി പോയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ. സോ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല. സോ അതുകൊണ്ട് സബ്മിറ്റ് ചെയ്യുന്ന ആ പോർഷൻസ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. സോ ജസ്റ്റ് പോയിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് വരാം. സോ സബ്മിഷൻ പാർട്ട് കുറച്ച് ടാസ്ക്കാണ്. സോ കുറച്ച് നേരം പിടിക്കും. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. സോ ലിറ്റിൽ നെർവസ്. കാരണം എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ മാറ്റി കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം സബ്മിറ്റ് ചെയ്തപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. സോ എല്ലാം നോക്കിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഫുഡ് കഴിച്ചിട്ടില്ല, ഭയങ്കര വിശപ്പുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ.
ഫൈനലി ഗൈസ് നമ്മൾ അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ക്യാൻറ്റീനിൽ നിന്നാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്നത്. സോ വി ഓൾമോസ്റ്റ് റീച്ച്ഡ് ക്യാൻറ്റീൻ. പോയിട്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഗൈസ്. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം ഒത്തിരി ആയി. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ സന്തോഷമാണ്. അപ്പോൾ പോയിട്ട് നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം. അപ്പം നമ്മൾ അപ്പവും മുട്ടക്കറിയാണ് ഗൈസ് പറഞ്ഞിരിക്കുന്നത്. സോ ഇപ്പം നമ്മുടെ ഓർഡർ വരും. അപ്പോൾ അങ്ങനെ ഞാൻ എന്താണെന്നറിയില്ല ഗൈസ്, ഭയങ്കര ഒരു സാറ്റിസ്ഫിക്കേഷൻ ലെവൽ ഫീൽ ചെയ്യും. കാരണം കുറേ ദിവസമായി ഞാൻ അസൈൻമെൻറ്റ് പിന്നാലെ നമുക്ക് ഉറപ്പില്ലാണ്ട് ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ അതിനേക്കാളും വലിയ ടാസ്ക് എന്നെ പുറത്തേക്ക് വിടുമെന്നാണ് എൻ്റെ ഡൗട്ട്. കാരണം നമ്മുടെ കോളേജിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. സോ ഇനിയിപ്പോൾ ചേച്ചി വന്നതുകൊണ്ട് വിടുമെന്ന് എനിക്കറിയത്തില്ല, ഡൗട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ HOD വിളിച്ച് ഇനി HOD വാച്ച്മാൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെയൊക്കെ വിടുള്ളൂ തോന്നുന്നു ഗൈസ്. അറിയില്ല ഗൈസ്, കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒന്നാമത് ഇവർക്ക് ക്ലാസ്സില്ലാത്ത സമയമല്ലേ. സോ അപ്പോൾ ഞാനുള്ളത് കൊണ്ട് മേ ബി അത്ര പ്രോബ്ലംസ് ഉണ്ടാകാമെന്ന് തോന്നുന്നു. ബട്ട് അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു കുറേ ആയി ഞാൻ പുറത്തേക്കൊക്കെ പോയിട്ട്. കാരണം ക്ലാസ്സസും പിന്നെ അസൈൻമെൻറ്റിൻ്റെ കാര്യമായിട്ട് ഞാൻ ഇങ്ങനെ അതിൻ്റെ പിന്നാലെ നടന്ന് ഭയങ്കരമായിട്ട് ഇതിൻ്റെ പിന്നാലെ നടന്ന് ഭയങ്കര ഹാങ് ഓവർ അടിച്ചിരിക്കുകയായിരുന്നു. സോ നോക്കട്ടെ ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താ പ്ലാനെന്ന് അറിയത്തില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫുഡ് വരട്ടെ ഗൈസ്. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല, നോക്കാം. കാരണം ഓൾറെഡി നമ്മൾ പോയില്ലേ, മോളൊക്കെ നമ്മൾ പോയി കറങ്ങിയായിരുന്നു. ഇല്ല, നമുക്ക് നോക്കാം, ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം. ആദ്യം ഫുഡ് കഴിക്കട്ടെ ഗൈസ്. ഫുഡ് വരാനുണ്ടെന്ന് വെച്ചാൽ തലവേദനിച്ചിട്ട് വയ്യ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. എന്താണ് ബസ് പിടിച്ച് പോവേ? അറിയില്ല എവിടേക്ക് പോകണം അറിയില്ല. ഞാൻ പറ, നീയല്ലേ ഒരു ഐഡിയ പറയണ്ടേ. ഞാൻ നിന്നെ വിശ്വസിച്ചാണ് ഞാൻ ഇന്ന് ഇറങ്ങിയത്. മോളോ ഏതായാലും കുഴപ്പമില്ല. ഇല്ല ഗൈസ്, ഞങ്ങൾ പ്ലാൻ ചെയ്യട്ടെ ഗൈസ്. എങ്ങോട്ടാണ് പോവാന്ന ഒരു ഐഡിയ ഇല്ല. എൻ്റെ ഒരു ഉച്ചയ്ക്ക് വീടെത്തുന്ന പോലെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നോക്കാം. So guys, finally after so many discussion we decided to visit പാളയം സൂ. സോ ഞാനിവിടെ ആദ്യമായിട്ട് വരുന്ന സൂ. അനീത്തിയുടെ ഫ്രണ്ട്സിന് ഇവിടെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ മ്യൂസിയത്തേക്ക് അവൾ വന്നിട്ടുണ്ട്. ഞാൻ ട്രിവാൻഡ്രം വന്നിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം 1 year കഴിഞ്ഞു. എന്നിട്ടും ഞാൻ ഈ ഭാഗത്തേക്ക് ഇപ്പോഴാണ് ഗൈസ് വരുന്നത്. സോ ഐ എം സോ എക്സൈറ്റഡ്. സോ ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ടൊരു സൂ വിസിറ്റ് ചെയ്തത് മൈസൂരിൽ നിന്നാണ്. ആക്ച്വലി ഒരു +1+2 വെക്കേഷൻ ആ സമയത്ത് നമ്മൾ ഫാമിലി ടൂർ സംതിങ് പോയപ്പോൾ മൈസൂരിലാണ് ഞാൻ അവസാനമായിട്ട് സൂ വിസിറ്റ് നടത്തിയത്. സോ ഇപ്പോൾ അതിന് ശേഷം ട്രിവാൻഡ്രത്ത് ഇവിടെ വെച്ചിട്ടാണ്. സോ ഐ എം സൂപ്പർ എക്സൈറ്റഡ്. കഴിഞ്ഞ പ്രാവശ്യം അവളുടെ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അതിൽ അവൾ പോയി കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഒരു ദിവസം വരണമെന്ന് പറഞ്ഞിട്ട്. സോ ഇന്ന് ആക്ച്വലി ലീവായതുകൊണ്ട് നമുക്ക് വരാൻ സാധിച്ചു. സോ പോയിട്ട് നോക്കാം ഗൈസ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള പാളയം സൂവിലാണ്. നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സൂ ആണ്. ആൻഡ് ഇവിടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ വൈൽഡ് അനിമൽസ് ആണ്, ഇവിടുത്തെ മൃഗങ്ങളാണ്. വളരെ ഹൈജീനിക് ആൻഡ് നീറ്റായിട്ടാണ് ഇവിടുത്തെ പ്ലേസസ് എല്ലാം അവർ വെച്ചിരിക്കുന്നത്. നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തായിരുന്നു. സോ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. സോ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടോട്ട് എൻ്റർ ചെയ്തത്. സോ എല്ലാ അനിമൽസും കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റായി നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, കുറച്ച് ദൂരം മൂവ് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ ലയൺസ്, ടൈഗേഴ്സിനെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ മുന്നോട്ട് ഓരോ മൃഗങ്ങളുണ്ട്, നമ്മളവരെയൊക്കെ കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നടക്കാൻ വയ്യാഞ്ഞിട്ട് നമ്മൾ ഇവിടെ സൂവിൽ നിന്ന് നമ്മൾ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോയി കാണിക്കല്ലോ. സോ ആ ഒരു വണ്ടിയിൽ നമ്മൾ കയറിയിരിക്കുകയാണ്. സോ നമ്മൾ പേയ്മെൻറ്റൊക്കെ പേ ചെയ്ത് കഴിഞ്ഞു. സോ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇങ്ങോട്ട് പോയി കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഫൈനലി ഗൈസ് അങ്ങനെ നമ്മൾ എൻഡിങ് സെക്ഷനിലോട്ടേക്ക് എത്തിക്കഴിഞ്ഞു. ബിക്കോസ് നമ്മൾ വണ്ടിയിൽ വന്ന കാരണം ഏറ്റവും വേഗം തന്നെ എല്ലാ മൃഗങ്ങളെയും കാണാനായിട്ട് പറ്റി. ആൻഡ് ഏറ്റവും ലാസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് സ്നേക്സ് ആണ്. സോ സ്നേക്സിൽ തന്നെ അനക്കൊണ്ട, പിന്നെ അതേപോലെ തന്നെ വെറൈറ്റി ടൈപ്സ് ഓഫ് പോയ്സണസ് വെനമസ് ആയിട്ടുള്ള നമ്മൾ സ്നേക്സിനൊക്കെ കണ്ടു കഴിഞ്ഞു. സോ അതോട് കൂടിയിട്ട് കഴിയുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണിച്ചില്ല, കാരണം 3-4 പ്രാവശ്യം ഫ്രണ്ട്സായിട്ട് ഇവിടെ കറങ്ങിയിട്ട് വന്നു. സോ എനിക്ക് ഒന്നാമത് എനിക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ എത്ര പ്രാവശ്യം കണ്ടാലും നമുക്ക് കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ കണ്ട്. സോ അടിപൊളിയായിരുന്നു. സോ ഞാൻ വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകാനാണ് വിചാരിക്കുന്നത്. സോ നമ്മൾ എൻട്രൻസിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞു. നമുക്ക് ഓട്ടോ പിടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് ഞാൻ ഊണാണ് പറഞ്ഞിരിക്കുന്നത്. അനിയത്തി ഫ്രൈഡ് റൈസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ നേരത്തെ വന്ന് ഞാൻ കഴിക്കുകയാണ്. ഏകദേശം 5-6 വിഭവങ്ങളുണ്ട്. അപ്പം എല്ലാം കൂടി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് കഴിച്ചു. ഇതിനൊപ്പം കഴിക്കാനായിട്ട് ചെമ്മീൻ ഫ്രൈയും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതും കൂടി വന്നാൽ കഴിക്കാം. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഇവർ ഫിഷിൻ്റെ കറിയും കൂടി തരുന്നുണ്ട് ഗൈസ്. ഓക്കെ, അതിനാണ് സ്പൂൺ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിക്കട്ടോ എല്ലാം കൂടിയിട്ട്. നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. അപ്പം നേരെ വീട്ടിൽ പോവാൻ, കിടന്നുറങ്ങാൻ. ടാറ്റ ബൈ ബൈ, സീ യു.